പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്പൈനിലും സന്ധികളിലും വരുന്ന വേദനകൾ, അത് സന്ധിവാത രോഗങ്ങളായിട്ട് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതാണോ എന്ന് സംശയിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നതാണ്. പ്രധാനമായും ഇങ്ങനെ വരുമ്പോൾ ഇപ്പം ഒരു പുറം വേദനയോ അല്ലെങ്കിൽ ഒരു മുട്ടുവേദനയോ വേറെന്തെങ്കിലും സന്ധികളുടെ വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ, അതേപോലെ തന്നെ ESR എത്രയുണ്ട്, രക്തത്തിലുള്ള എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സെറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ASO ടൈറ്റർ, അതേപോലെ തന്നെ ANA, അതുപോലെ തന്നെ യൂറിക് ആസിഡ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലൊക്കെ അതാതിൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ എല്ലുകളിലുള്ള എന്തെങ്കിലും ഡിഫോമിറ്റീസ്, ജോയിൻറ്റുകളിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്റേ ടെസ്റ്റുകൾ. അപ്പോൾ എക്സ്റേയിൽ നമുക്ക് ഞാൻ വേണ്ടി പറഞ്ഞതുപോലെ നമുക്കൊരു സോഫ്റ്റ് ടിഷ്യൂസോ ഡിസ്കോ ലിഗമെൻറ്റോ ടെൻഡനോ വെയിനോ ആർട്ടറി പോലത്തെ സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ലെങ്കിലും എല്ലുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അത് അതിൻ്റെ സ്പേസ് കുറയുകയാണെങ്കിൽ, പിന്നെ കാൽസിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഴയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പിന്നെ സ്ഥാനത്ത് നിന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ, വളവ് സ്കോളിയോസിസ് പോലെയതോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫിംഗറിലൊക്കെ കയ്യിലൊക്കെ വരുന്ന ട്രിഗർ ഫിംഗർ പോലെയുള്ള കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്റേയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ എക്സ്റേ കഴിഞ്ഞ് പിന്നീട് പിന്നെ കൂടുതലായിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂസിനൊക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ MRI പോലെയുള്ള കാര്യങ്ങൾ, അതൊരു ക്യാൻസറസ് കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ CECTയോ അല്ലെങ്കിൽ അതേപോലെയുള്ള പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പെറ്റ് സ്കാനൊക്കെ പോലെയുള്ള ടെസ്റ്റ് ചെയ്തിട്ടാണ് പൊതുവേ നമ്മൾ പിന്നെ ഏത് തരത്തിലാണ് ഈ അസുഖം, ഇപ്പോൾ മൾട്ടിപ്പിൾ മയലോമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സ്പൈനിന് ഒരു TB പോലെയുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഡിഷൻസ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടും പിന്നീടൊരു മാർക്കറായിട്ട് നാം കാണുന്ന HLA-B27 ടെസ്റ്റ് നമ്മൾ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ നമ്മുടെ സ്പൈനോ അല്ലെങ്കിൽ സന്ധികളൊക്കെ വന്ന അസുഖങ്ങൾ, സന്ധിവാത രോഗങ്ങളിൽ പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകൾ. അതിൽ HLA-B27 ഒരു മാർക്കർ മാത്രമാണ്. അത് പോസിറ്റീവ് ആകുന്നതുകൊണ്ട് അസുഖം ഉണ്ടാവണമെന്നോ ഇല്ലാത്തത് കൊണ്ട് രോഗമില്ല എന്നോ പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഓരോന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞ് തരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം.